എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. സമകാലിക സാമൂഹിക രാഷ്ട്രീയ കാര്യങ്ങളെയൊക്കെ ഒരു സൈഡിലേക്ക് മാറ്റിവെച്ച് ഇന്ന് കുറച്ച് ദാരിദ്ര്യം പറഞ്ഞേക്കാം എന്ന് വിചാരിക്കുകയാണ്. ഈ ദാരിദ്ര്യം കേൾക്കുന്നത് ആളുകൾക്ക് തീരെ താല്പര്യമുള്ള ഒരു കാര്യമല്ല. എന്നാൽ മിക്കവാറുമുള്ള ആളുകൾ ഏതെങ്കിലുമൊക്കെ തരത്തിൽ ദാരിദ്ര്യം മറ്റുള്ള ആളുകളോട് പറയാറുണ്ട്. പല ആളുകളും ഏതെങ്കിലുമൊക്കെ തരത്തിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കാറുണ്ട്. പലതരത്തിലുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടുകളുണ്ട്, പലതരത്തിലുള്ള ദാരിദ്ര്യങ്ങളുണ്ട്. ഇപ്പോൾ നിങ്ങളിൽ പല ആളുകൾക്കും എന്നെയൊക്കെ പോലെ തന്നെ മാസത്തിൻ്റെ അവസാനം പൈസ തികയാത്ത ചില സാഹചര്യങ്ങൾ ഉണ്ടായിരിക്കാം. ക്രെഡിറ്റ് കാർഡിൽ നിന്നൊക്കെ പൈസ എടുക്കേണ്ടി വരുന്ന ചില സാഹചര്യങ്ങൾ ഉണ്ടായിരിക്കാം. സ്ഥിരമായിട്ട് ഇത് സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് റിലേറ്റീവ് പോവർട്ടി എന്ന് പറയാം. എന്താണ്? നമ്മൾ എസെൻഷ്യൽ നീഡ്സ് ഒക്കെ വളരെ ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ട്. നല്ല ഭക്ഷണം കഴിക്കുന്നുണ്ട്, നല്ല താമസ സൗകര്യം നമുക്കുണ്ട്, അതേപോലെ തന്നെ നമ്മളുടെ വസ്ത്രം, ബാക്കിയുള്ള കാര്യങ്ങൾ, വിദ്യാഭ്യാസം എല്ലാം ഭംഗിയായിട്ട് പോകുന്നുണ്ട്, കൂടുതൽ ഭംഗിയായിട്ട് പോകുന്നുണ്ട്. ഈ ഒരു കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം നമുക്ക് പൈസ മിച്ചമില്ല, അല്ലെങ്കിൽ പൈസ ക്രെഡിറ്റ് കാർഡിൽ നിന്നോ അല്ലെങ്കിൽ മറ്റേതെങ്കിലുമൊക്കെ മാർഗങ്ങളിൽ നിന്നിട്ടോ എടുക്കേണ്ടി വരുന്നു. ശരിയാണ്, മിക്കവാറും മാസാവസാനങ്ങളിൽ നമ്മുടെ പൈസ ഇല്ല, സേവിങ്സ് നീക്കിയിരിപ്പ് തീരെ തന്നെ ഇല്ല. എന്നാലും നമ്മളെ ദരിദ്രർ എന്ന് വിളിക്കാനായിട്ട് സാധിക്കത്തില്ല. കാരണം സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് എന്ന് പറയുന്നത് വളരെ ഭംഗിയായിട്ട് നമ്മൾ മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നുണ്ട്. അതിനെ നമുക്ക് റിലേറ്റീവ് പോവേർട്ടി എന്ന് പറയാം. ഇനി അബ്സല്യൂട്ട് പോവേർട്ടി ഉണ്ട്, ജനറേഷണൽ പോവേർട്ടി ഉണ്ട്. അതിൽ അബ്സല്യൂട്ട് പോവേർട്ടിയാണ് യഥാർത്ഥ ദാരിദ്ര്യം. അതിനെക്കുറിച്ച് വിശദമായി സംസാരിക്കേണ്ടതുണ്ട്. അതിന്റെ കാരണങ്ങളെ കുറിച്ചിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മളിൽ പല ആളുകളും ജനറേഷണൽ പോവേർട്ടിയുടെ ഇരകളാണ്. നമ്മളെ മുൻ തലമുറ ചില ഫിനാൻഷ്യൽ മിസ്റ്റേക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കടങ്ങളൊക്കെയാണ് നിങ്ങൾ ജോലി കിട്ടിയതിന് ശേഷം വീട്ടിക്കൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ നിങ്ങളുടെ മുൻ തലമുറയ്ക്ക് കയറി കിടക്കാൻ സ്വന്തമായിട്ട് ഒരു വീട് ഉണ്ടാവില്ല, അല്ലെങ്കിൽ സ്വന്തമായിട്ടുള്ള ഒരു സ്ഥലം ഉണ്ടാവില്ല. കുട്ടികൾ നിങ്ങളുടെ വിദ്യാഭ്യാസ ആവശ്യങ്ങൾ, ഭാവി എന്നിവയെ കരുതി അവർ ഒന്നും നീക്കി വെച്ചിട്ടുണ്ടാവില്ല. നിങ്ങൾക്ക് വലിയ തുക ലോൺ എടുത്താണ് പഠിക്കേണ്ടി വന്നത്, അല്ലെങ്കിൽ വിദ്യാഭ്യാസ ആവശ്യങ്ങൾ നിറവേറ്റേണ്ടി വന്നത്. അതേപോലെ തന്നെ നിങ്ങളുടെ പേരൻസിന്റെ ആരോഗ്യ കാര്യങ്ങളിൽ അവർ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. അവർക്ക് ആരോഗ്യ ഇൻഷുറൻസ് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. നിങ്ങൾ പഠിച്ച് അങ്ങ് ഇറങ്ങുന്ന സമയത്ത് തന്നെ അവരുടെ ആരോഗ്യം മോശമാവുകയും അവരുടെ ചികിത്സയ്ക്ക് വേണ്ടി നിങ്ങൾക്ക് പണം മുടക്കേണ്ടി വരികയാണ്. അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആരോഗ്യത്തെ കരുതി ഒരു ആരോഗ്യ ഇൻഷുറൻസ് അവർ എടുത്തു വെച്ചിട്ടില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു അസുഖം വരികയാണെന്നുണ്ടെങ്കിൽ അതിന്റെ ബാധ്യതകൾ നിങ്ങളുടെ കുടുംബത്തെയൊക്കെ ബാധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഫിനാൻഷ്യൽ മിസ്റ്റേക്സ് കൊണ്ട് ജനറേഷണൽ പോവർട്ടിയിലേക്ക് ആളുകളെ തള്ളിവിടാനായിട്ടുള്ള റീസൺസ് ആണ്. നമ്മളിൽ പല ആളുകളും ശ്രദ്ധിക്കാത്ത ഒരു കാര്യമുണ്ട്. നമ്മളാണ് കുടുംബത്തിന്റെ ഏക വരുമാനം, ബ്രെഡ് വിന്നർ എന്നുണ്ടെങ്കിൽ നമ്മളുടെ അഭാവത്തിൽ നമ്മളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന ആളുകൾ എങ്ങനെ മുന്നോട്ടേക്ക് ജീവിക്കും? അവിടെയാണ് ഒരു ടേം ഇൻഷുറൻസിന്റെ പ്രാധാന്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഈ അവസരത്തിൽ 527 രൂപ മന്ത്ലി പ്രീമിയത്തിൽ 1 കോടി വരെ കവറേജ് ലഭിക്കുന്ന മാക്സ് ലൈഫിന്റെ ടേം ഇൻഷുറൻസിനെ ഞാൻ നിങ്ങൾക്കായി പരിചയപ്പെടുത്തുകയാണ്. നിങ്ങളാണ് കുടുംബത്തിന്റെ ഏക വരുമാന സ്രോതസ്. നിങ്ങൾക്ക് ഭാര്യയുണ്ട്, 2 കുട്ടികളുണ്ട്, മാതാപിതാക്കളുണ്ട്, അവരുടെ ആരോഗ്യം, കുട്ടികളുടെ വിദ്യാഭ്യാസം, വിവാഹം എന്നീ കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ നിങ്ങൾക്ക് കരുതലുണ്ട്, വീട് ലോണിലാണ്. ഇങ്ങനെയൊക്കെയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭാവത്തിലും കുടുംബത്തിന്റെ സാമ്പത്തിക സുരക്ഷ ഉറപ്പാക്കേണ്ടതിന് ഒരു ടേം ഇൻഷുറൻസ് വളരെ അത്യാവശ്യമാണ്. 99.65% ക്ലെയിം സെറ്റിൽമെന്റ് റേഷ്യോ ഉള്ള 3 മണിക്കൂർ കൊണ്ട് ക്ലെയിം സെറ്റിൽമെന്റ് ഒക്കെ സാധ്യമാക്കുന്ന ഫസ്റ്റ് ഇയർ പ്രീമിയത്തിൽ 15% വരെ ഡിസ്കൗണ്ട് ലഭിക്കുന്ന തരത്തിലേക്കുള്ള പ്ലാനുകളാണ് മാക്സ് ലൈഫിന്റെ പ്രത്യേകത. കൂടാതെ ആക്സിസ് മാക്സ് ലൈഫിന്റെ ഈ ഒരു ടേം ഇൻഷുറൻസിലൂടെ നിങ്ങൾക്ക് 54,600 രൂപ ടാക്സ് ബെനിഫിറ്റും ലഭിക്കുന്നതാണ്. ആക്സിസ് മാക്സ് ലൈഫിന്റെ ഈ ഒരു ടേം ഇൻഷുറൻസിൽ താല്പര്യമുള്ള ആളുകൾക്ക് വേണ്ടി ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും ഒരു ലിങ്ക് നൽകിയിട്ടുണ്ട്. വീഡിയോയിലേക്ക് തിരികെ വരുമ്പോൾ ജനറേഷണൽ പോവർട്ടിയെ കുറിച്ചിട്ട് വളരെ രസകരമായിട്ടുള്ള 1-2 കാര്യങ്ങൾ കൂടി പറയുകയാണ്. നമ്മളിൽ പല ആളുകളും ഇൻസ്റ്റാഗ്രാമിലെ ചില പോസ്റ്റുകൾക്ക് ലൈക്ക് അടിച്ചിട്ടുണ്ടാവാം, രസകരമായിട്ടുള്ള പോസ്റ്റുകൾ. ആ ഒരു പോസ്റ്റുകൾ ഇങ്ങനെയാണ്: ആ കാണുന്ന പറമ്പ്, ആ ഹൈവേയുടെ സൈഡിൽ കിടക്കുന്ന 1 ഏക്കർ പറമ്പ് പണ്ട് വെല്ലിച്ചൻ ഒരു കുപ്പി മദ്യത്തിന് വേണ്ടി കൂട്ടുകാരന് വിറ്റതാണ്. ഇങ്ങനെ പല മിസ്റ്റേക്കുകൾ മുൻ ജനറേഷൻ കാണിച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ചിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല, കഴിഞ്ഞ കാര്യങ്ങളാണ്. ഈ ഒരു ജനറേഷനുള്ള ആളുകളും ഇങ്ങനെ ചില മിസ്റ്റേക്കുകൾ, അബദ്ധങ്ങൾ കാണിക്കാറുണ്ട്. വീടൊക്കെ പണയം വെച്ച് ഏതെങ്കിലുമൊക്കെ ബിസിനസ്സിൽ പങ്കാളിയാവുന്ന ആളെ ആ ഒരു ബിസിനസ് പാർട്ണർ ചതിച്ചിട്ട് പോകുന്ന ചില സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ സംഭവിക്കുന്ന എന്താണ്? ചിലപ്പോൾ ഒരു പ്രായത്തിന് ശേഷം ഏതെങ്കിലും പ്രായാധിക്യം കൊണ്ടോ ഈ ഒരു ലോൺ എടുത്തിട്ടുള്ള വ്യക്തി മരിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു വീട് തിരിച്ചെടുക്കേണ്ട, ആ ഒരു കടം വീട്ടേണ്ട ആ ഒരു ഉത്തരവാദിത്തം മക്കൾക്കാണ് ലഭിക്കുന്നത്. അവർ ആ ഒരു കടം വീട്ടാൻ വേണ്ടി ജീവിതത്തിലെ 1/4 പങ്കും മാറ്റിവെക്കുകയാണ്. ഇതൊക്കെ ജനറേഷണൽ പോവർട്ടിയുടെ റീസൺസ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഫിനാൻഷ്യൽ ഡിസിഷൻ എടുക്കുന്ന സമയത്ത് നമ്മൾക്ക് കുട്ടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇനി അബ്സല്യൂട്ട് പോവർട്ടി എന്ന കാര്യത്തിലേക്ക് വരാം. യഥാർത്ഥ ദാരിദ്ര്യം. നിങ്ങളിൽ പല ആളുകളും അതിലൊക്കെ പെട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിന്റെ കാരണങ്ങളെ മനസ്സിലാക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പരിധിവരെ നമ്മൾക്ക് ആ ഒരു ദാരിദ്ര്യത്തിൽ നിന്ന് സിസ്റ്റമാറ്റിക് ആയിട്ട് പുറത്തേക്ക് കടക്കാനായിട്ട് സാധിക്കും. അബ്സല്യൂട്ട് പോവർട്ടി ഈസ് നോട്ട് ജസ്റ്റ് അബൌട്ട് empty pockets, it's about empty opportunities. It's the inability to afford food, shelter, healthcare and education. Absolute poverty എന്താണ് എന്നുള്ളത് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയാണ് സ്ക്രീനിൽ ചില കാര്യങ്ങൾ എഴുതി കാണിച്ചത്. അവസരങ്ങളില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ദാരിദ്ര്യമാണ്, നിങ്ങൾക്ക് പണം ഉണ്ടാക്കാനായിട്ടുള്ള അവസരങ്ങൾ തീരെ ഇല്ല എന്നുണ്ടെങ്കിൽ, ഒരു വഴിയും ഇല്ല എന്നുണ്ടെങ്കിൽ അതിനെയാണ് യഥാർത്ഥ ദാരിദ്ര്യം എന്ന് പറയുന്നത്. ഓരോ ദിനം കഴിയും തോറും നിങ്ങളുടെ ആ ഒരു ദാരിദ്ര്യം ഇങ്ങനെ കൂടി വരും. ഈ ഓപ്പർച്യൂണിറ്റീസ് ഇല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ വില്ലൻ. ഒരു കുഞ്ഞ് എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നിങ്ങൾക്ക് ജോലി ചെയ്യാൻ പറ്റാത്ത രീതിയിലേക്കുള്ള അംഗഭംഗം സംഭവിക്കുകയാണ്. പക്ഷേ നിങ്ങളുടെ വീട് ഒരു ഹൈവേ സൈഡിൽ ആണ് എന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു ഓപ്പർച്യൂണിറ്റി ഓൺ ആവും.
എന്താണ്? നിങ്ങൾക്ക് അവിടെ ഒരു കുഞ്ഞ് കടയിട്ടിട്ട് അവിടെ ഒരു കസേരയിൽ ഇരുന്ന് കഴിഞ്ഞാലും അത്യാവശ്യം ജീവിക്കാനായിട്ടുള്ള വകയുണ്ടാവും. എന്നാൽ ഇതേ സാഹചര്യം വീട്ടിലേക്ക് വഴിയില്ലാത്ത റൂറൽ ആയിട്ടുള്ള ഒരു സ്ഥലത്ത് കിടക്കുന്ന തീരെ ദാരിദ്ര്യത്തിൽ കിടക്കുന്ന ഒരു വ്യക്തിക്കാണ് വരുന്നതെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ദാരിദ്ര്യം ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. അദ്ദേഹത്തിന് ബേസിക് ആയിട്ടുള്ള എസെൻഷ്യൽസ് പോലും മീറ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലേക്കുള്ള ഓപ്പർച്യൂണിറ്റീസ് അവിടെ മിസ്സാവും. അദ്ദേഹം വളരെ താഴ്ന്ന ജീവിത സാഹചര്യങ്ങളിൽ നിന്ന് വരുന്ന ഒരു വ്യക്തിയാണ്, വിദ്യാഭ്യാസം ഇല്ലാത്ത വ്യക്തിയാണ്, കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ അനുഭവിക്കുന്ന വ്യക്തിയാണ് എന്നുണ്ടെങ്കിൽ എങ്ങനെ അദ്ദേഹം ആ ഒരു ദാരിദ്ര്യത്തിൽ നിന്ന് പുറത്തേക്ക് കിടക്കും? അപ്പോൾ പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്നാമതായി പറയേണ്ടത് ലാക്ക് ഓഫ് എഡ്യൂക്കേഷൻ. ഇന്ത്യയിൽ ഒരു വലിയ ജനവിഭാഗത്തിന് ഇപ്പോഴും പ്രോപ്പർ ആയിട്ടുള്ള എഡ്യൂക്കേഷൻ ഇല്ല. വളരെ മൈനോറിറ്റി ആയിട്ടുള്ള എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകളാണ് ഇന്ത്യ എന്ന് പറയുന്ന ഈ ഒരു കൺട്രിയെ മുന്നോട്ടേക്ക് നയിക്കുന്നത്. അപ്പോൾ ഈ മുന്നോട്ടേക്ക് നയിക്കുന്ന ആളുകൾ ഈ തീരെ വിദ്യാഭ്യാസം ഇല്ലാത്ത ആളുകളെ നല്ല രീതിയിൽ ചൂഷണം ചെയ്യുന്നത് കൊണ്ടാണ് വെൽത്ത് എന്ന് പറയുന്നത് ചില ആളുകളിലേക്ക് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യപ്പെടുന്നത്. വളരെ ചീപ്പായിട്ട് ഇന്ത്യയിൽ ലേബേഴ്സിനെ കിട്ടും. ഇപ്പോൾ കേരളത്തിന് പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യക്ക് പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ വളരെ ചീപ്പാണ് ലേബർ എന്ന് പറയുന്നത്. ആ ഒരു ലേബർ ഓപ്പർച്യൂണിറ്റീസിനെ നല്ല രീതിയിൽ ഉപയോഗിച്ചിട്ടാണ് കമ്പനികൾ ഇന്ത്യയിലുടനീളം അവരുടെ പ്രൊഡക്റ്റുകളും സർവീസുകളും സെല്ല് ചെയ്യുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, നമ്മളുടെ നാട്ടിലെ ഉൽപ്പാദന ചെലവല്ല അങ്ങ് നോർത്ത് ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്ത് വളരെ ചീപ്പാണ് ലേബർ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ആളുകൾ സേഫ്റ്റി സിറ്റുവേഷൻസ് ഒന്നും ഡിമാൻഡ് ചെയ്യുന്നില്ല. അവിടെ വളരെ ചീപ്പായിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കിയിട്ട് ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും അവർ വിൽക്കുന്നു. നമ്മുടെ ഇവിടെ ഉൽപ്പാദന ചെലവ് കൂടുതലാണ്, എന്നാൽ നമ്മുടെ ഇവിടെയും കൊണ്ടുവന്ന് വിൽക്കുന്നുണ്ട്. പലപ്പോഴും നമ്മൾ കേരളത്തിലെ ഗവൺമെന്റിനെയൊക്കെ കുറ്റം പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതിയുണ്ട്. ഇവിടെ ഉൽപ്പാദന ചെലവ് കൂടുന്നതിന്റെ മെയിൻ ആയിട്ടുള്ള റീസൺ ഇവിടെ ലേബർ കോസ്റ്റ് കൂടുതലാണ് എന്നുള്ളത് കൊണ്ടാണ്. ആളുകൾക്ക് അവകാശങ്ങളെ കുറിച്ച് ബോധമുണ്ട്, അവർ ഡിമാൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഉൽപ്പാദന ചെലവ് കുറവുള്ള സ്ഥലങ്ങളിൽ ഉണ്ടാക്കുന്ന പ്രൊഡക്റ്റുകളുമായി കോമ്പീറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഇവിടെ ചെലവ് കുറച്ച് പ്രൊഡക്റ്റ് ഉണ്ടാക്കാനായിട്ട് സാധിക്കത്തില്ല. അതേപോലെ ക്വാളിറ്റി എൻവയോൺമെന്റ്, ഇനീഷ്യൽ സെറ്റപ്പ് കോസ്റ്റ് എന്നൊക്കെ പറയുന്നത് നമ്മുടെ നാട്ടിൽ കൂടുതലാണ്. നമ്മൾ കുറച്ചും കൂടെ പ്രകൃതിയും കൂടെ കൺസിഡർ ചെയ്ത് മനുഷ്യനെയും കൂടെ കൺസിഡർ ചെയ്തിട്ട് സേഫ്റ്റി ഒക്കെ കൺസിഡർ ചെയ്തിട്ടാണ് ഓരോ കാര്യങ്ങൾ കെട്ടിപ്പടുക്കുന്നത്. പക്ഷെ പുറത്ത് അതിന്റെ ആവശ്യമില്ല. ഉൽപ്പാദന ചെലവ് കാര്യമായിട്ട് തന്നെ കുറവാണ്. കമ്പനികൾ ഉൽപ്പാദന ചെലവ് കുറച്ച് പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കുന്ന സമയത്ത് അവരാരെയാണ് അതിനുവേണ്ടി വിലയായിട്ട് കൊടുക്കുന്നത്, അതിനുവേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുന്നത്? ആളുകളുടെ ആരോഗ്യത്തെയാണ് പല സാഹചര്യങ്ങളിലും. അങ്ങനെ വിദ്യാഭ്യാസം ഇല്ലാത്തതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ജോലികൾ ചെയ്യേണ്ടി വരുന്ന ആളുകൾക്ക് ആരോഗ്യം നഷ്ടപ്പെടുമ്പോൾ അവരുടെ കുടുംബത്തെയും അവരുടെ മുന്നോട്ടുള്ള തലമുറയും ഒക്കെ അത് ബാധിക്കും. അതുകൊണ്ട് തന്നെ മാക്സിമം വിദ്യാഭ്യാസം ഉണ്ട് എന്നുണ്ടെങ്കിൽ, ഇന്ത്യയിലുള്ള സാധാരണ ജനത്തിനേക്കാളും കൂടുതലായിട്ടുള്ള വിദ്യാഭ്യാസം ഉണ്ട് എന്നുണ്ടെങ്കിൽ മാത്രമേ ഇന്ത്യയിൽ ഏതെങ്കിലുമൊക്കെ ജോബ് ഓപ്പർച്യൂണിറ്റീസിലേക്ക് മത്സരിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. ഇപ്പോൾ ഗവൺമെന്റ് ജോബുകളിൽ റിസർവേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് ആളുകൾ പറയാറുണ്ട്. പക്ഷെ മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങൾ ഇല്ലാത്ത ആളുകൾ എങ്ങനെ ഫൈറ്റ് ചെയ്ത് ഇതിലേക്ക് കടന്നു വരും? കാരണം അവരുടെ പേരൻസിനും അത്രയധികം ഓപ്പർച്യൂണിറ്റീസ് കിട്ടിയിട്ടുണ്ടാവില്ല, വിദ്യാഭ്യാസം ഉണ്ടാവില്ല. അപ്പോൾ അവരുടെ ജീവിത സാഹചര്യങ്ങൾ വളരെ മോശമായിരിക്കാം. അവിടെ നിന്ന് ഫൈറ്റ് ചെയ്ത് മുന്നോട്ടേക്ക് വരാനായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. അങ്ങനെ വരുന്ന വളരെ മൈനോറിറ്റി ആയിട്ടുള്ള ആളുകൾക്കെതിരെയാണ് ഇവിടെ ഈ ഡിസ്ക്രിമിനേഷൻ നടത്തുന്നത്. അവർ ഞങ്ങളുടെ ഓപ്പർച്യൂണിറ്റീസ് കൊണ്ടുപോകുന്നു. അതുകൊണ്ട് തന്നെ അബ്സല്യൂട്ട് പോവേർട്ടി അതിന്റെ റിയാലിറ്റി, അവിടെ കാസ്റ്റിംഗ് കൂടെ വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, ഡിസ്ക്രിമിനേഷൻ കൂടെ വന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും അവസ്ഥ എന്നുള്ളത് കോമൺ സെൻസ് വെച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാവും. ബേസിക് ആയിട്ടുള്ള വായിക്കാനായിട്ടുള്ള ഒരു അറിവുള്ളത് കൊണ്ടോ അല്ലെങ്കിൽ ഫോൺ ഉപയോഗിക്കാനായിട്ടുള്ള അറിവുള്ളത് കൊണ്ടോ ഒക്കെ ആയിരിക്കാം, അല്ലെങ്കിൽ ആളുകളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ടോ പുറംലോകവുമായിട്ട് ബന്ധപ്പെടാനായിട്ടുള്ള കഴിവുള്ളത് കൊണ്ടായിരിക്കാം നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിലെ കടുത്ത ദാരിദ്ര്യമുള്ള വളരെ ചീപ്പായിട്ടുള്ള ലേബർ ഉള്ള സ്ഥലങ്ങളിൽ നിന്ന് ആളുകൾ കേരളത്തിലേക്ക് വരുന്നത്. അപ്പോൾ അതും ഒരു ഓപ്പർച്യൂണിറ്റി എടുക്കലാണ്. ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലുമൊക്കെ ഒരു ഉന്നമനം കാര്യങ്ങൾ ഗ്രഹിക്കുന്നതിലെങ്കിലും ഉണ്ടായതുകൊണ്ടാണ് അവർ ഇങ്ങടേക്ക് വരുന്നത്. അവർ ഇങ്ങടേക്ക് വരുമ്പോൾ അവരുടെ നാട്ടിൽ അവർക്ക് ലഭിച്ചുകൊണ്ടിരുന്ന ഇൻകത്തിന്റെ ഡബിളോ ട്രിപ്പിളോ കിട്ടുന്നു. എന്നാൽ അവരിത് അവരുടെ നാട്ടിലേക്ക് അയക്കുന്ന സമയത്ത് അവിടെ ഇത് ഉപയോഗിക്കേണ്ടത് വളരെ മിനിമം ആയിട്ടാണ്. എന്നാൽ ബാക്കിയുള്ള പൈസ അവർക്ക് സേവ് ചെയ്യാനായിട്ട് സാധിക്കും. വേണമെന്നുണ്ടെങ്കിൽ അവർക്ക് അവിടെ ഒരു ബിസിനസ് ആരംഭിച്ചിട്ട് അവിടെ ആ ഒരു ചീപ്പ് ലേബർ എന്ന് പറയുന്ന ഒരു കാര്യത്തെ ഉപയോഗിക്കുകയും ചെയ്യാം. അടുത്തത് അൺഎംപ്ലോയ്മെന്റ് ആൻഡ് അണ്ടർ എംപ്ലോയ്മെന്റ് ആണ്. പല ആളുകൾക്കും വിദ്യാഭ്യാസമുണ്ട്, ജോലിയില്ല. ചില ആളുകൾക്ക് ജോലിയുണ്ട്, വിദ്യാഭ്യാസമുണ്ട്, എന്നാൽ ആ ഒരു ജോലി അവർക്ക് വേണ്ട തരത്തിലുള്ള ജോലിയല്ല, വേണ്ട ഇൻകം നൽകുന്നില്ല. അതേപോലെ ഇൻഫോർമൽ സെക്ടറിൽ ഒത്തിരിയധികം ആളുകൾ പണിയെടുക്കുന്നുണ്ട്. ഇപ്പോൾ പലപ്പോഴും ആളുകൾ പറയാറുണ്ട്, പണ്ടത്തേതുപോലെ ഒന്നുമല്ല, കൂലിപ്പണിക്കാർക്ക് 1400 രൂപ 1200 രൂപ ഡെയിലി കൂലി കിട്ടാറുണ്ട്. പക്ഷെ അത് ഒരു ഇൻഫോർമൽ ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. എത്ര ദിവസം അവർക്ക് പണിക്ക് പോകാനായിട്ട് സാധിക്കും? അവർ പണിക്ക് പോയില്ല എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക സുരക്ഷ അവർക്ക് ഉണ്ടോ? പണിക്ക് പോയില്ലെങ്കിൽ ആരെങ്കിലും അവർക്ക് ശമ്പളം കൊടുക്കുമോ? അതേപോലെ ഈ ജോലിക്ക് പോകുന്ന ആളുകൾക്ക് ഈ ജോലിക്ക് പോകുന്നത് കൊണ്ട് ആ ഒരു ജോലിയുടെ ഭാഗമായിട്ടുള്ള ഹെൽത്ത് ഇൻഷുറൻസോ അല്ലെങ്കിൽ അതുപോലെയുള്ള എന്തെങ്കിലും പരിരക്ഷയോ ലഭിക്കുമോ? ഇല്ല. അതേപോലെ തന്നെ അവർക്ക് ആ ഒരു ജോലിക്ക് പോകുന്നത് കൊണ്ട് ആ ജോലിയുമായി ബന്ധപ്പെട്ട് ഒരു ലോൺ എടുക്കാനായിട്ട് പറ്റുമോ? നമ്മൾക്കൊക്കെ കിട്ടുന്നത് പോലെ ലോൺ എടുക്കാനായിട്ട് പറ്റുമോ? അവരിൽ പല ആളുകളും ടാക്സ് ഫയൽ ചെയ്യാത്തതുകൊണ്ടും അവർക്ക് ഈ ഒരു പണം അവർക്ക് കയ്യിൽ ക്യാഷ് ആയിട്ട് കിട്ടുന്ന ഒരു പണം കടയിൽ ഡയറക്റ്റ് ചെലവാക്കുന്നത് കൊണ്ടും
അവർക്ക് ലോൺ അനുവദിക്കുകയോ അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ് അനുവദിക്കുകയോ പല സാഹചര്യങ്ങളിലും ചെയ്യാറില്ല. ഈ ഒരു എംപ്ലോയ്മെൻറ്റും ഒരു ട്രാപ്പാണ്. മികച്ച അവസരങ്ങൾക്ക് വേണ്ടി സ്വന്തമായിട്ട് എന്തെങ്കിലും ആരംഭിക്കാമെന്ന് വിചാരിച്ചാലും ഈ ഒരു അവസ്ഥയിൽ നിൽക്കുന്ന ആളെ സഹായിക്കാനായിട്ട് നമ്മുടെ ഇവിടെ ഒരു സിസ്റ്റം ഇല്ല. പാവപ്പെട്ടവന് ലോൺ കൊടുത്ത് സഹായിച്ചേക്കാം എന്ന് ഏതെങ്കിലും ബാങ്കുകൾ ചിന്തിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാശുള്ള ആൾക്ക്, തിരിച്ചടയ്ക്കാനായിട്ടുള്ള കേപ്പബിലിറ്റി ഉള്ള ആളുകൾക്ക്, ഈ ലോൺ എടുക്കുന്നതിനെക്കാട്ടിലും ഇരട്ടി ആസ്തിയുള്ള ആൾക്ക് ലോണ് കൊടുക്കാനായിട്ടാണ് ബാങ്കുകൾ ശ്രമിക്കുന്നത്. ഇരട്ടിയൊന്നുമല്ല, 3 ഇരട്ടിയൊക്കെയാണ് അവർ പലപ്പോഴും പ്രതീക്ഷിക്കുന്നത്. ഇങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ എങ്ങനെയാണ് ഒരു പാവപ്പെട്ടവൻ, അബ്സല്യൂട്ട് പോവേർട്ടിയിലുള്ള ഒരാൾ ഒന്ന് ഉയർന്നു വരിക? അതേപോലെ ഒത്തിരിയധികം ആളുകൾ വർക്ക് ചെയ്യുന്നത് ഒട്ടും ജോബ് സെക്യൂരിറ്റി ഇല്ലാത്ത മേഖലകളിലാണ്. നമ്മുടെ നാട്ടിലേക്ക് എന്തോരം ആളുകളുണ്ട് ഏതെങ്കിലും ഒരു മുതലാളിയെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് ജോലി ചെയ്ത് പോകുന്ന ആളുകൾ. മുതലാളിയുമായിട്ട് പിണങ്ങാൻ പറ്റില്ല, മുതലാളിയെ പിണക്കാൻ പറ്റില്ല. അയാളുടെ അടുത്ത് എപ്പോഴും അയാളെ സ്നേഹിച്ച് അയാളെ ബഹുമാനിച്ച് നിൽക്കണം. അയാളുടെ സ്വഭാവം എന്താണെന്നുണ്ടെങ്കിൽ അത് സഹിക്കണം. അല്ല എന്നുണ്ടെങ്കിൽ ജോബ് പോകാൻ സാധ്യതയുണ്ട്. ആ ഒരു വ്യക്തിയിൽ മാത്രം കേന്ദ്രീകൃതമായിരിക്കുന്ന ഒരു ജോബ് സെക്യൂരിറ്റിയാണ് നമ്മുടെ നാട്ടിൽ ഒരു ഭൂരിപക്ഷത്തിന്. അതുകൊണ്ട് തന്നെ പലപ്പോഴും ജോബില്ലാത്ത മാസങ്ങളുണ്ടാവും, മറ്റുള്ള ജോബ് ഓപ്പർച്യൂണിറ്റീസ് തേടേണ്ടി വരും, അവിടെ ബാർഗെയിനിങ് ഉണ്ടാവും. അങ്ങനെയുള്ള ഒത്തിരി സാഹചര്യങ്ങളുണ്ട്. അബ്സല്യൂട്ട് പോവേർട്ടിയുടെ അടുത്ത റീസൺ ഇൻക്വാലിറ്റി. ഞാൻ ആദ്യം ഒരു ബെസ്റ്റ് എക്സാമ്പിൾ പറഞ്ഞായിരുന്നു. ഈ കാസ്റ്റിനെയും ജെൻഡറിനെയും ഒന്നും അതിനകത്തേക്ക് കൊണ്ടുവരണ്ട, അതിനേക്കാളും ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു എക്സാമ്പിൾ ഉണ്ട്. കേരളത്തിലെ തൊഴിലാളികൾക്ക് നല്ല ശമ്പളം. നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ചിലയിടത്ത് ശമ്പളം വളരെ കുറവ്, മിക്കവാറും ഉള്ളിടത്തെല്ലാം വളരെ കുറവ്. ആന്ധ്രയിലും തമിഴ്നാട്ടിലും കേരളത്തിനേക്കാളും കുറവ്. ഇത് ശരിക്കും ഒരു ഇൻക്വാലിറ്റി അല്ലേ? ഇന്ത്യയിൽ താമസിക്കുന്ന ആളുകളാണ്, ഇന്ത്യ എന്ന രാജ്യത്ത് ജീവിക്കുന്ന ആളുകളാണ്. മറ്റുള്ള രാജ്യത്തൊക്കെ തുല്യമായിട്ട് എല്ലായിടത്തും ഒരേ വേതനം ഉള്ളപ്പോൾ ഇന്ത്യയിൽ പലയിടത്തും പല വേതനമാണ്. ഈ ഒരു ഇൻക്വാലിറ്റി കൊണ്ട് സംഭവിക്കുന്നത് എന്താണ്? നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിലുള്ള മുതലാളിമാർ ഈ ഒരു ചീപ്പ് ലേബറിനെ നല്ല രീതിയിൽ ചൂഷണം ചെയ്തിട്ട് പ്രൊഡക്ഷൻ വർദ്ധിപ്പിക്കും. അവർ ഇന്ത്യ മുഴുവൻ സാധനങ്ങൾ വിൽക്കും. അതുകൊണ്ട് തന്നെ വെൽത്ത് എന്ന് പറയുന്ന കാര്യം അവരിലേക്ക് കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യപ്പെടും. സൗത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിലേക്ക് വരുമ്പോൾ ഇതേ രീതിയിൽ ക്വാളിറ്റി പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി ഇവിടെയുള്ള ഉൽപ്പാദകർ ശ്രമിച്ചാലും അവർക്ക് റേറ്റുമായിട്ട് കോമ്പീറ്റ് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. ഇവർ സാമ്പത്തികമായിട്ട് താഴ്ന്നു നിൽക്കും. എപ്പോഴും നമ്മൾക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം, ഇന്ത്യയിലെ ചില സംസ്ഥാനങ്ങളിലെ ചില വ്യക്തികളിലെ ചില ജാതികളിലെ ആളുകളുടെയിലാണ് സ്വത്ത് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്നത്. അവർക്ക് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ എപ്പോഴും ട്രേഡിങ്ങിനെ കുറിച്ചിട്ടും സ്റ്റോക്കിനെ കുറിച്ച് സംസാരിക്കുന്ന ആളുകൾക്കറിയാം, ഏറ്റവും കൂടുതൽ സ്റ്റോക്കുകൾ, കമ്പനിയുടെ ഏറ്റവും മികച്ച ഷെയറുകൾ, പെർഫോം ചെയ്യുന്ന ഷെയറുകൾ എവിടെയാണ് കോൺസെൻട്രേറ്റ് ചെയ്യപ്പെടുന്നത്? അവർക്ക് ഇൻസൈഡ് ന്യൂസ് അറിയാനായിട്ടുള്ള സാഹചര്യങ്ങളുണ്ട്. അവരിൽ പല ആളുകളുമാണ് ഈ ഒരു ബിസിനസ് റൺ ചെയ്യുന്നത്. അവരുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾക്ക് വീണ്ടും ഈ ഒരു ഓപ്പർച്യൂണിറ്റീസ് ഈസി ആയിട്ട് ആക്സസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇങ്ങനെയുള്ള കുറേയധികം സാഹചര്യങ്ങളുണ്ട്. ഹർഷത് മേത്ത സ്റ്റോറിയൊക്കെ കണ്ടു കഴിഞ്ഞാൽ ലക്കി ഭാസ്കർ എന്ന മൂവി മാത്രം എടുത്ത് നോക്കുക. ഹർഷത് മേത്തയുടെ ഹിന്ദി സീരീസ് ഉണ്ട്, അതിൻ്റെ പേര് സ്കാം, അതിൻ്റെ ബാക്കി മറന്നുപോയി, ഒരു ഇയറാണ്. ഈ ഒരു സിനിമയൊക്കെ എടുത്ത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട്. അന്ന് സ്കാം നടന്നു, ചില ആളുകളെ പിടിച്ചിട്ടുള്ളൂ. ബാക്കി ഒത്തിരിയധികം ആളുകൾ കോടികൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിങ്ങനെ വീണ്ടും വീണ്ടും കൂടിക്കൊണ്ടിരിക്കുകയാണ്. സമ്പത്തുള്ളവന് വീണ്ടും വീണ്ടും സമ്പത്ത് ഉണ്ടാവുന്ന ഒരവസ്ഥ. ഈ ചൂഷണം നേരിടുന്ന ആൾക്ക് എങ്ങനെ വീണ്ടും പൈസ ഉണ്ടാവും? ഇപ്പോൾ നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ പെട്ട് കിടക്കുന്ന 100-നും 150-നും പണിയെടുക്കുന്ന ആൾക്ക് എങ്ങനെയാണ് മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കാൻ വേണ്ടി പറ്റുക? എങ്ങനെയാണ് അവന് വിദ്യാഭ്യാസം ആർജിക്കാൻ, സ്വയം ആർജിക്കാൻ പറ്റുക? എങ്ങനെയാണ് ബാങ്കിനെ ഒരു ലോണിന് വേണ്ടി സമീപിച്ച് സ്വന്തമായിട്ട് എന്തെങ്കിലുമൊക്കെ ആരംഭിക്കാനായിട്ടുള്ള അവസരം ലഭിക്കുക? എങ്ങനെയാണ് അവൻ്റെ കാസ്റ്റ് കൊണ്ട് സമൂഹത്തിൻ്റെ മുൻനിരയിലേക്ക് ഒരു ലീഡറായിട്ട് അവന് വരാൻ വേണ്ടി പറ്റുക? ഇങ്ങനെയുള്ള ഒത്തിരിയധികം പ്രതിബന്ധങ്ങൾ അബ്സല്യൂട്ട് പോവേർട്ടിയിലുണ്ട്. അടുത്തത് പിന്നെ അറിയാലോ, പുവർ ഗവേണൻസ് ആൻഡ് കറപ്ഷൻ. നമ്മുടെ നാട്ടിൽ ഏത് പദ്ധതിയും ഇത് പാവപ്പെട്ടവന് ഗുണമാവുന്ന രീതിയിലായിക്കോട്ടെ, സാധാരണക്കാരന് ഗുണമാവുന്ന രീതിയിലേക്ക് ആയിക്കോട്ടെ, നാടിൻ്റെ വളർച്ചയ്ക്ക് ഉതകുന്ന രീതിയിലായിക്കോട്ടെ, ഈ ഒരു ഏത് പദ്ധതിക്കും അതിൻ്റെ ഒരു വലിയ വിഹിതം, ഒരു 30%, 40% ഒക്കെ ഈ രാഷ്ട്രീയക്കാർ അടിച്ചുകൊണ്ട് പോകും. നാട്ടിൽ ഏതെങ്കിലും ഒരു വഴിപണി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്കറിയാം, അതിനകത്ത് ഇത്ര പെർസെൻറ്റേജ് പഞ്ചായത്തിലെ ആളുകൾക്കും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾക്കൊക്കെ പല സാഹചര്യങ്ങളിലും പലയിടത്തും കൊടുക്കുന്നത് കാണാറുണ്ട്. എല്ലാ ആൾക്കാരും അങ്ങനെയാണ് എന്നുള്ളതല്ല ഞാൻ പറയുന്നത്. അത് കോമൺ ആയിട്ടുള്ള ഒരു പ്രാക്ടീസാണ്. എല്ലാ മേഖലകളിലും ഇതുണ്ട്. ഒരു പാലം പണിത് കഴിഞ്ഞാൽ ഇത്ര വിഹിതം ഇന്ന ഇടങ്ങളിൽ കൊണ്ടേ കൊടുക്കണം. ഒരു ബിസിനസ് തുടങ്ങി കഴിഞ്ഞാൽ ഇത്ര വിഹിതം ഇന്ന ഇടങ്ങളിൽ കൊണ്ടേ കൊടുക്കണം. ഇപ്പോൾ പ്രകൃതിയിൽ നിന്ന് നമ്മൾ എടുക്കുന്ന മണ്ണും കല്ലും കൊണ്ടുപോകുന്നത് വരെ വഴി നിൽക്കുന്ന പോലീസുകാർക്ക് പൈസ കൊടുത്തിട്ടാണ്. ഇങ്ങനെ എല്ലാ മേഖലകളിലും കറപ്ഷൻ നമ്മുടെ നാടിൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നമാണ്. അതേപോലെ തന്നെ വെൽത്ത് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് ഒരു ഭാഗം ആളുകളിലായതുകൊണ്ട് തന്നെ അവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ചിട്ടാണ് പോളിസികൾ നമ്മുടെ നാട്ടിലുണ്ടാവുന്നത്. ഇപ്പോൾ നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ വളരെ ചീപ്പായിട്ടുള്ള ലേബറാണെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അത് മാറ്റാനായിട്ട് ഗവൺമെൻറ്റിന് ഇടപെടാൻ പറ്റും. പക്ഷേ ഗവൺമെൻറ് ഇടപെടത്തില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഫ്ലുവൻസ് ചെലുത്തുന്ന ആളുകൾക്ക് നഷ്ടം ഉണ്ടാവുന്ന രീതിയിലേക്ക് ഗവൺമെൻറ് പെരുമാറത്തില്ല. ജനാധിപത്യം എന്ന് പറയുമ്പോൾ ചില ജനങ്ങളുടെ ആധിപത്യമാണ് പല സാഹചര്യങ്ങളിലും കാണുന്നത്. റെപ്രസെൻറ്റേറ്റീവ്സ് എന്ന് പറയുന്നത് ചില ആളുകൾ തിരഞ്ഞെടുക്കുന്ന, ഇവരെ മതി എന്നുള്ള രീതിയിൽ തീരുമാനിക്കുന്ന റെപ്രസെൻറ്റേറ്റീവ്സ് വരികയാണെന്നുണ്ടെങ്കിൽ
എങ്ങനെയാണ് സ്മൂത്തായിട്ട് എല്ലാ ആളുകൾക്കും തുല്യത ഉറപ്പാക്കാനായിട്ട് പറ്റുക? അടുത്ത പ്രധാനപ്പെട്ട റീസൺ പലപ്പോഴും ഞാൻ പറയാറുള്ളതാണ് ഹെൽത്ത് ഇഷ്യൂസ് ആൻഡ് ലാക്ക് ഓഫ് ഹെൽത്ത് കെയർ. ഞാൻ ഈ പറഞ്ഞ സാഹചര്യങ്ങളിലൊക്കെ അബ്സല്യൂട്ട് പോവേർട്ടിയിൽ നിൽക്കുന്ന ഒരാൾക്ക് തൻ്റെ ആരോഗ്യം സംരക്ഷിക്കാനായിട്ടുള്ള സാഹചര്യം പോലും ഇന്ത്യയിലില്ല, പലയിടങ്ങളിലും ഇല്ല. വളരെ ചീപ്പായിട്ടുള്ള ലേബർ ആണെന്ന് ഞാൻ പറയുന്ന സമയത്ത് തന്നെ അവൻ വർക്ക് ചെയ്യുന്ന കണ്ടീഷൻ വളരെ മോശമാണ്. ഇപ്പോൾ ആസ്ബെറ്റോസ് ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തി എന്തോരം പൊടി ശ്വസിക്കുന്നുണ്ടാവാം. അവന് പ്രോപ്പറായിട്ടുള്ള മാസ്ക് ഇന്ത്യയിലുണ്ടോ? ഇന്ത്യയിൽ ഒരു ഗ്ലാസ്സോ ഒരു മാസ്കോ അല്ലെങ്കിൽ ഒരു ഗം ബൂട്ടോ ഒക്കെ ഉപയോഗിക്കുന്നത് പോലും വലിയ ആഡംബരമായിട്ട് ആളുകൾ കരുതാറുണ്ട്. മൾട്ടിനാഷണൽ കമ്പനികൾ പലപ്പോഴും ഇന്ത്യയിൽ വന്ന് ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്താണ് പ്രോപ്പറായിട്ടുള്ള സേഫ്റ്റിയൊക്കെ ഈ ആളുകൾക്ക് അവർ ഉറപ്പാക്കുന്നത്. ഇന്ത്യയിലെ പല അസംഘടിത മേഖലകളിലും പ്രോപ്പറായിട്ടുള്ള സേഫ്റ്റി ഒന്നുമില്ല. ഇപ്പോഴും ഏതെങ്കിലുമൊക്കെ പണിയെടുക്കുന്ന സമയത്ത് നമ്മുടെ നാട്ടിലെ തൊഴിലാളികൾ ഒരു ഒറ്റമുണ്ട് മാത്രമേ ഉടുക്കാറുള്ളൂ. അവർ പണിയെടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് കാലിലെയും കയ്യിലെയും ഒക്കെ സുരക്ഷയൊക്കെ എടുത്തു മാറ്റി ഒരു ഒറ്റമുണ്ടിലേക്ക് മാത്രം ഒതുങ്ങപ്പെടും. എന്നാൽ അതിൻ്റെ റിസ്കിനെ കുറിച്ച് പറഞ്ഞാൽ പോലും ഇവരൊന്നും മനസ്സിലാക്കത്തില്ല. കാരണം പ്രോപ്പറായിട്ടുള്ള എഡ്യൂക്കേഷൻ ഇല്ല, വകതിരിവില്ല. ആ വകതിരിവ് ആർജിക്കണമെന്നുണ്ടെങ്കിൽ ആ ഒരു അബ്സല്യൂട്ട് പോവേർട്ടിയിൽ നിന്ന് പുറത്തേക്ക് വരണം. സ്വന്തം ലൈഫിന് ഒരു ദിവസത്തെ വരുമാനത്തെക്കാളും കൂടുതലായിട്ടുള്ള പ്രാധാന്യം ആളുകൾക്ക് കൊടുക്കാൻ തോന്നാത്തത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ആ ഒരു പോവേർട്ടിയിൽ പെട്ട് കിടക്കുന്നത് കൊണ്ടാണ്. ഇനി ഹെൽത്ത് കെയറിനെ കുറിച്ചിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യ എന്ന് പറയുന്നത് അത്രയധികം പോപ്പുലേഷനുള്ള ഒരു രാജ്യമാണ്. ഈ ഒരു രാജ്യത്തുള്ള എല്ലാ ആളുകൾക്കും വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ് ഇവിടെ അവൈലബിൾ ആണ്. ഓടിപ്പോയി കഴിഞ്ഞാൽ നമുക്കൊരു ഡോക്ടറെ കാണാനായിട്ടുള്ള സൗകര്യം നമ്മുടെ നാട്ടിലെ റൂറൽ ഏരിയ ആണ് എന്നുണ്ടെങ്കിലും PHCയിൽ അടക്കം ഉണ്ട്. നമുക്ക് ഓടിപ്പോയി കഴിഞ്ഞാൽ ഒരു ഡോക്ടറെ കാണാം. ഇത് പല ഡെവലപ്ഡ് നേഷൻസിലും ഇല്ല എന്നുള്ളതൊക്കെ നമ്മൾ വാർത്തകളിൽ കാണാറുണ്ട്. പക്ഷേ ഇവിടെ ഓടിപ്പോയി ഡോക്ടറെ കാണാം. എന്നാൽ തുടർന്നുള്ള ചികിത്സകളുടെ ക്വാളിറ്റി എങ്ങനെയാണ് നിർണ്ണയിക്കപ്പെടുന്നത്? ഗവൺമെൻറ് കൊടുക്കുന്നതിന് കുറേയധികം പരിമിതികളുണ്ട്. അവർക്ക് ഇത്രയധികം ആളുകളെ ഉൾക്കൊള്ളിച്ച് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ അവർ കൊടുക്കത്തുള്ളൂ. അവിടെ പ്രയോറിറ്റി സിസ്റ്റം ഉണ്ട്. ആളുകളുടെ പ്രായത്തിനനുസരിച്ചിട്ടും അസുഖത്തിനനുസരിച്ചിട്ടും ഒക്കെ ഒരു പ്രയോറിറ്റി ഒക്കെ ഉണ്ട്. ഇപ്പം മെഡിക്കൽ കോളേജിലേക്ക് എന്തോരം കേസുകൾ ഓടി വരാറുണ്ട്. അവർക്ക് എല്ലാ ആൾക്കാരെയും ഇങ്ങനെ നമ്മൾ സൂപ്പർ സ്പെഷ്യാലിറ്റി പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിൽ ഡീൽ ചെയ്യുന്നത് പോലെ ഡീൽ ചെയ്യാനായിട്ട് പറ്റുമോ? ഇല്ല. അവിടെ പോലും പ്രായം കുറവുള്ള ആളുകളെ, രക്ഷപ്പെടാൻ സാധ്യതയുള്ള ആളുകളെ മാത്രമാണ് അവർക്ക് പലപ്പോഴും ചികിത്സിക്കാനായിട്ട് സാധിക്കുന്നത്, പ്രോപ്പറായിട്ട് കെയർ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. കട്ടിൽ പോലും ഇല്ല എന്ന് പറയുമ്പോൾ എല്ലാവരും പറയും ഗവൺമെൻറ് കട്ടിലുകളൊക്കെ കൊണ്ടുവരണം, വലിയ ഹോസ്പിറ്റൽ പണിയണം. ഇത്രയധികം ചെലവുകൾക്കനുസരിച്ചിട്ട് ആരങ്ങടേക്ക് അധികം കൊടുക്കുന്നു? ഞാൻ പറഞ്ഞല്ലോ 14% ആളുകളാണ് ടാക്സ് ഫയൽ ചെയ്യുന്നത്. അതിൽ 5% താഴെയാണ് പണം അങ്ങോട്ടേക്ക് കൊടുക്കുന്നത്. ബാക്കിയുള്ള വരുമാന മേഖലകളിൽ നിന്ന് പലയിടത്തേക്ക് ഈ ഒരു പണം മുടക്കേണ്ടതുണ്ട് ഗവൺമെൻറ്റിന്. ശരിക്കും അവിടെ ആളുകൾ ചെയ്യേണ്ടത് തങ്ങളുടെ ഭാഗത്തുനിന്ന് ചില എഫേർട്ടൊക്കെ ഇടുക എന്നുള്ളതാണ്. വളരെ കുറഞ്ഞ തുകയ്ക്ക് വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ഹെൽത്ത് ഇൻഷുറൻസ് ഒക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിൽ പോയിട്ട് നമുക്ക് ചികിത്സ നേടാം. അവർ ഇൻഷുറൻസ് കമ്പനികളെ പറ്റിക്കുന്നുണ്ടാവാം, പക്ഷെ നമ്മളുടെ കയ്യിൽ നിന്നിട്ട് പൈസ കുറച്ചല്ലേ പോകത്തുള്ളൂ. ഒരു അസുഖമൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരു കുടുംബത്തിൻ്റെ 5 വർഷത്തെയൊക്കെ ആകെ വരുമാനമൊക്കെയാണ് ഹോസ്പിറ്റൽ ബില്ലായിട്ട് ഒരു മാസം കൊണ്ട് ഇറങ്ങി പോകുന്നത്. അപ്പോൾ അങ്ങനെയുള്ള പല സാഹചര്യങ്ങളുണ്ട്. ഇന്ത്യയുടെ ഹെൽത്ത് കെയർ സിസ്റ്റം എന്ന് പറയുന്നത് ആളുകളും കൂടെ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് സ്വയമായിട്ട് ചില ഉത്തരവാദിത്തങ്ങളൊക്കെ നിർവഹിച്ചെങ്കിൽ മാത്രമേ നന്നാവത്തുള്ളൂ. ഗവൺമെൻറ് ആരോഗ്യ ഇൻഷുറൻസ് നൽകുന്നുണ്ട്. ആരോഗ്യ ഇൻഷുറൻസ് ലഭിക്കുന്ന ഇടങ്ങൾ വളരെ കുറവാണ്. ഗവൺമെൻറ്റിന് ആ ഒരു ഫണ്ട് കൊടുക്കാനായിട്ട് പറ്റുന്നില്ല. ഈ ഇലക്ഷൻ നടത്തിയും കറപ്ഷൻ നടത്തിയൊക്കെ ഉണ്ടാക്കിയതിൻ്റെ മിച്ചമല്ലേ നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടി പല പാർട്ടികളും ലീഡ് ചെയ്യുന്ന ഗവൺമെൻറ്റുകൾ സ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളും ചില ഉത്തരവാദിത്തങ്ങളൊക്കെ എടുക്കേണ്ടതുണ്ട്. ഞാൻ ഈ പറയുന്ന കാരണങ്ങൾ വളരെ സീരിയസ് ആയിട്ടുള്ള കാരണങ്ങളാണ്. നമ്മളുടെയൊക്കെ ലൈഫിൽ ഈ പറയുന്ന കാരണങ്ങളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ, അബ്സല്യൂട്ട് പോവേർട്ടിയിലാണ് നമ്മൾ ഉള്ളത് എന്നുണ്ടെങ്കിൽ, ഈ ഒരു കാരണങ്ങളെ ഓരോന്നായി എടുത്തു വെച്ചിട്ട് അതിനെ എങ്ങനെ സിസ്റ്റമാറ്റിക്കായിട്ട് സോൾവ് ചെയ്യാമെന്നുള്ളതിനെ കുറിച്ചിട്ട് ആലോചിക്കേണ്ടതുണ്ട്. ഇപ്പോൾ വലിയ കുഴപ്പമില്ലാത്ത അവസ്ഥയാണെന്നുണ്ടെങ്കിൽ മുന്നോട്ടേക്ക് പോകുന്ന സമയത്ത് ഈ ഒരു കാരണങ്ങളെ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്കും ആ ഒരു അബ്സല്യൂട്ട് പോവേർട്ടിയിലേക്ക് പോവാതിരിക്കാനായിട്ട് സാധിക്കും, അല്ലെങ്കിൽ ഈ ദാരിദ്ര്യം അനുഭവിക്കാതിരിക്കാൻ വേണ്ടി സാധിക്കും. വീഡിയോയുടെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞ ആക്സിസ് മാക്സ് ലൈഫിൻ്റെ ടേം ഇൻഷുറൻസിനെ കുറിച്ചിട്ട് ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. 527 രൂപ മന്ത്ലി പ്രീമിയത്തിൽ 1 കോടി വരെ സുരക്ഷ നൽകുന്ന ടേം ഇൻഷുറൻസ് പ്ലാൻ. താല്പര്യമുള്ള ആളുകൾക്ക് ഡിസ്ക്രിപ്ഷനിലെയും കമൻറ്റ് ബോക്സിലെയും ലിങ്ക് ഉപയോഗിക്കാം. വീഡിയോ കണ്ട ആളുകൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. നന്ദി.